എല്ലാവർക്കും നമസ്കാരം. ടേസ്റ്റ് ആൻഡ് ട്രാവൽ എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിലൂടെ രുചികരമായ ഭക്ഷണ റെസിപ്പികളും ഫുഡ് റിവ്യൂകളും യാത്രാവിശേഷങ്ങളും നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതാണ്. നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന അതേസമയം രുചിയുള്ള ഒരു ചിക്കൻ ബിരിയാണിയാണ് കാണിക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വയ്ക്കുക. അതിൻ്റെ കൂടെ പുതിനയില വേണം, മല്ലിയില വേണം, തക്കാളി വേണം, വെളുത്തുള്ളി, ഇഞ്ചി, സവോള, ഇത്രയും സാധനം വേണം. ഇഞ്ചി നന്നായി ചതച്ചെടുക്കുക. വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചതച്ച് നല്ലതായിട്ട് ചതച്ചെടുക്കുക. ഈ കൂടെ തന്നെ പച്ചമുളക് ഒരു 3-4 എണ്ണം ചതച്ചെടുക്കുകയാണെങ്കിലും നല്ല. ഞാൻ പച്ചമുളക് ഇട്ടിട്ടില്ല. ഇത് വറുത്ത് കോരാനുള്ളതാണ്. അറിയാലോ, കിസ്മിസും അണ്ടിപ്പരിപ്പും. പൊടി ഐറ്റംസ് ആയിട്ട് കുരുമുളക് പൊടി വേണം. പിന്നെ ഇത് ഗ്രാമ്പൂ, പട്ട, ഏലക്ക, ഇത് 3ഉം പൊടിച്ചതാണ് ഇപ്പോൾ ഇട്ടത്. പിന്നെ മഞ്ഞൾ പൊടി വേണം. ഇത് ഞാൻ തന്നെ പൊടിച്ചെടുത്തതാണ്. മല്ലിയും മുളകും പട്ടയും ഗ്രാമ്പും ഏലക്കായും ഒക്കെ ഇട്ട് പൊടിച്ചെടുത്തതാണ്. മുളക് പൊടി 2-2.5 സ്പൂൺ ഇട്ടു. ഒരു 3-3.5 സ്പൂൺ തൈര് എടുത്ത് വെച്ച്. തൈര് വേണം. പിന്നെ നമ്മുടെ ജീരകശാല റൈസ്, കൈമ റൈസ്, ഇതാണെങ്കിൽ നല്ല മണമുള്ള അരിയായത്. വേറെ ഫ്ലേവറിൻ്റെ ആവശ്യമില്ല. ഗ്യാസ് ഓൺ ചെയ്ത് കുക്കർ അടുപ്പേ വെക്കുക. അതിലോട്ട് ഒരു 2 സ്പൂൺ നെയ്യും ഒരു 3 സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിക്കുക. അതിനായിട്ട് നമുക്ക് ഇടാനായിട്ട് പെരിഞ്ചീരകം, ജാതിപത്രി, ഗ്രാമ്പൂ, പട്ട, ഇത് പട്ടയാണ്. പട്ട, ഗ്രാമ്പൂ, തക്കോലം. ഇതിലോട്ട് ഏലക്ക ഒരു 3-4 എണ്ണം ഇടാം. ഞാൻ ഏലക്ക പൊടിയും പിന്നെ പൊടിക്കുന്ന കൂടെ കുറച്ച് ഏലക്ക ഇട്ടിരിക്കുന്നതുകൊണ്ട് ഏലക്ക പ്രത്യേകിച്ച് ഇട്ടിട്ടില്ലേ. ഇനി സവോള ഇട്ട് വഴറ്റുക. നന്നായിട്ട് ഇളക്കുക. സവോള ഇട്ട് വഴറ്റുക. സവോള കുറച്ച് വാടി വരുമ്പോഴത്തേക്കിനും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇടുക. നന്നായിട്ട് ഇളക്കി ഒരു ഗോൾഡൻ, ഒത്തിരി മൂക്കണ്ട, ഒരു ഇതാകുമ്പോഴത്തേക്കിനും തക്കാളി ഇട്ട് കൊടുത്ത് തക്കാളി നന്നായിട്ട് വഴറ്റുക. ഇനി നന്നായിട്ട് വഴറ്റി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിടണേ. ഉപ്പ് ഇട്ട് തക്കാളി നന്നായിട്ട് വഴറ്റിയെടുത്ത്
അത് കഴിയുമ്പോൾ നമുക്ക് മല്ലിയില ഇടണം. മല്ലിയില ഇട്ട് കഴിയുമ്പോഴേ നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടി ഇടുക. പൊടിയിട്ട് നന്നായിട്ട് വഴറ്റുക. ശരിക്കും വഴറ്റിയെടുക്കുക. നല്ലതായിട്ട് മൂക്കണം. ഒരു മണം വരുന്നിടം വരെ ഇളക്കുക. പിന്നെ അതിൻ്റെ പുറകെ നമുക്ക് ആ തൈര് എടുത്ത് വെച്ചിരിക്കുന്ന തൈരിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കനും ഇട്ട് കഴിയുമ്പം ചിക്കൻ നമുക്ക് നന്നായിട്ട് ഇളക്കണം. മൊത്തം ചിക്കനിൽ എല്ലാ ഗ്രേവിയും ആകുന്ന രീതിയിൽ ഫുള്ളും ഇളക്കിയെടുക്കണം. നന്നായിട്ട് ഇളക്കിയെടുക്കുക. അത് കഴിയുമ്പോൾ നന്നായിട്ട് ഇളക്കിയെടുത്ത ശേഷം നമുക്ക് വെള്ളം ഒഴിക്കുക. ഈ അരി നമ്മൾ ഏത് ബൗളിലാണോ എടുത്ത് വെച്ചിരിക്കുന്നത് ആ ബൗള് ഫുള്ള് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് അത് കഴിയുമ്പോഴത്തേക്കിനും ഈ ചിക്കനിൽ നിന്ന് തന്നെ കുറേ വെള്ളം ഇറങ്ങിക്കോളും. അതും കൂടി ആകുമ്പോഴത്തേക്കിനും അരി വേവാനുള്ള വെള്ളം ആയിക്കോളും. ആ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്കുള്ളത് കൊണ്ടിടുന്നതാണ് ഈ ബിരിയാണി കൈതയെന്ന് പറയുന്ന ഇലയില്ലേ, അതൊരു 2 എണ്ണം ഇടുവാണേ കുറച്ചും കൂടെ മണം വരും. ഈ കൈമ റൈസിൻ്റെ സെയിം ഫ്ലേവർ തന്നെ അതിനും. അപ്പോൾ അതും ഇടുക. നന്നായിട്ട് തിളപ്പിക്കുക. കുറച്ചുകൂടെ ഉപ്പിടുക. നമുക്ക് നോക്കിയിട്ട് ഉപ്പ് പാകത്തിനാക്കി നോക്കിയിട്ട് അരി ഇടുക. അരിയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായി വെള്ളം തിളച്ച് കഴിയുമ്പോഴേ നമുക്ക് അടപ്പ് വെച്ച് മൂടാവുള്ളേ. അത് ഒരൊറ്റ വിസിൽ മാത്രം അടിക്കുക. അത് ഫുൾ പ്രഷർ തീരുന്നിടം വരെ തുറക്കരുത്. പ്രഷർ തീർന്നു കഴിഞ്ഞിട്ടേ തുറക്കാവുള്ളൂ. പിന്നീട് നമുക്കൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അതിലോട്ട് നമ്മൾ കുറച്ച് മുമ്പ് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നമ്മൾ എടുത്ത് വെച്ചിട്ടില്ല. കൂടെ തന്നെ കുറച്ച് സവോള തീരെ സ്ലൈസായിട്ട് അരിഞ്ഞിട്ട് അതും ഇട്ട് അത് നന്നായിട്ട് വഴറ്റി ഒരു ഗോൾഡൻ കളറാകുമ്പോഴത്തേക്കിനും നന്നായിട്ടൊരു മൊരിഞ്ഞ പരുവാകുമ്പം എടുക്കാനുള്ളതാണ്. ഇനി ഇതിലോട്ട് തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇട്ട് വറുത്ത് കോരാം. നിങ്ങൾക്ക് അറിയാൻ മേലെങ്കിൽ തുടക്കക്കാർ ഹോസ്റ്റലുകൾ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ വേണ്ടിയായി ഇങ്ങനെ അറിയാൻ മേലെങ്കിൽ എന്ന് പറഞ്ഞത്. ഇല്ലെങ്കിൽ സെപ്പറേറ്റായിട്ട് തന്നെ വറുത്ത് കോരാം. ഇപ്പോൾ ഈ കൂടെ തന്നെ വറുത്ത് കോരി മാറ്റി വെക്കുക.
ഇപ്പം കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയി കഴിയുമ്പോൾ അടപ്പ് തുറന്ന് നമ്മൾ നോക്കുക. അപ്പം ഇത് നല്ല കറക്റ്റ് പാകമായിട്ടാണ്, ഒന്നിലൊന്ന് തൊടാതെയൊക്കെയാണ് വന്നിരിക്കുന്നത്. ചോറ് വെന്തൊന്നും പോയിട്ടില്ല, കറക്റ്റ് റൈസായിട്ട് കിട്ടിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ മുകളിൽ ഇനിയിപ്പോൾ നമുക്ക് മല്ലിയിലയും പുതിനയിലയും നമ്മുടെ കിസ്മിസും അണ്ടിപ്പരിപ്പും സബോളയൊക്കെ വറുത്ത് വെച്ചതും എല്ലാം കൂടെ ഇട്ട് ഗാർണിഷ് ചെയ്ത് നമുക്ക് വിളമ്പാം. അങ്ങനെ നമ്മുടെ ഈസി ചിക്കൻ ബിരിയാണി തയ്യാറായി. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതിപ്പം നിങ്ങൾക്ക് ഹോസ്റ്റലുകളിലും പഠിക്കുന്ന പിള്ളേർക്കും വീടുകളിലുമൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമുള്ളൊരു റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇത്തരം കൂടുതൽ രുചികരമായ റെസിപ്പികളും ഫുഡ് ആൻഡ് ട്രാവൽ വീഡിയോകളും കാണാൻ ടേസ്റ്റ് ആൻഡ് ട്രാവൽ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്കൊപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.